ദേശാഭിമാനി മുഖപ്രസംഗം 2024 മാർച്ച് 6. മൃതദേഹം കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവർ. കേരളവും തമിഴ്നാടും കർണാടകവും അടക്കമുള്ള പശ്ചിമഘട്ട സംസ്ഥാനങ്ങളിൽ വേനൽ ചൂട് മൂർച്ഛിക്കുമ്പോൾ വന്യമൃഗങ്ങൾ ഭക്ഷണവും വെള്ളവും തേടി ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും മനുഷ്യരെ ആക്രമിക്കുന്നതും നിരന്തരം വാർത്തയാകാറുണ്ട്. അത്തരത്തിലൊരു ദാരുണ സംഭവമാണ് എറണാകുളം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായ നേര്യമംഗലത്ത് നടന്നത്. കാഞ്ഞിരവേലിയിൽ കൂവ പറിക്കാൻ പോയ ഭർത്താവ് രാമകൃഷ്ണന് ഭക്ഷണവുമായി ചെന്ന ഇന്ദിര എന്ന വയോധികയെ തിങ്കളാഴ്ച രാവിലെ 8:30 ആന ചവിട്ടിക്കൊന്നു. വേദനാജനകമായ ഈ സംഭവത്തെ അത്യന്തം നീചമായ രാഷ്ട്രീയ നേട്ടത്തിനായി പ്രതിപക്ഷം ദുരുപയോഗിച്ചത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏത് അളവുകോൽ വെച്ചു നോക്കിയാലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. പോലീസിനെ ആക്രമിച്ച് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ബലമായി പിടിച്ചെടുത്തത് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഡീൻ കുര്യാക്കോസ് MPയുടെയും മാത്യു കുഴൽനാടൻ MLAയുടെയും നേതൃത്വത്തിൽ. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത നീചവും പ്രകോപനപരവുമായ ഈ സംഭവത്തെ ഇന്ദിരയുടെ ബന്ധുക്കൾ തന്നെ തള്ളിപ്പറഞ്ഞു. യുദ്ധഭൂമിയിൽ പോലും ശത്രു സൈനികർ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുന്നത് അപൂർവം. മൃതദേഹത്തോട് ഇത്രയും അമാന്യമായി പെരുമാറി തങ്ങൾ അപരിഷ്കൃതരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കൊല്ലപ്പെട്ട വയോധികയുടെ മകൻ നോക്കി നിൽക്കെയാണ് മൃതദേഹം ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കിയുള്ള കോൺഗ്രസുകാരുടെ അഴിഞ്ഞാട്ടം. ഒപ്പം പോലീസുകാരെ അസഭ്യം പറയുന്നു, പോലീസ് വാഹനം ആക്രമിക്കുന്നു. ഇന്ദിരയുടെ ഉറ്റവർക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനെത്തിയ വ്യവസായ മന്ത്രി P. രാജീവിന്റെ കാറിന്റെ ചില്ല് തകർക്കുന്നു. സമരപ്പന്തലിൽ നിന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഖദറിട്ട ക്രിമിനലുകൾ പലവട്ടം ആക്രമിക്കുന്നു. കോതമംഗലത്തെ റെസ്റ്റോറന്റിന്റെ കക്കൂസിൽ ഒളിച്ചിരുന്ന DCC പ്രസിഡന്റിനെ രാത്രി വൈകി പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് ചെന്നുപതിച്ച നിരാശയുടെ പ്രതിഫലനമാണ് മൃതദേഹത്തെ അനാദരിച്ചുകൊണ്ട് നടത്തിയ ഈ അക്രമസമരം. സമീപകാലത്ത് സർക്കാരിനെതിരെ നടത്തിയ എല്ലാ പ്രക്ഷോഭങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞതോടെയാണ് ഇത്തരം അപരിഷ്കൃത സമരങ്ങളിൽ അഭയം തേടുന്നത്. നവകേരള സദസ്സിനെ എതിരെ നടത്തിയ വിചാരണ സദസ്സിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോലും തിരിഞ്ഞു നോക്കിയില്ല. സമരാഗ്നി എന്ന പേരിൽ നടത്തിയ പരിപാടിയെക്കുറിച്ച് നാട്ടുകാർ അറിഞ്ഞത് നേതാക്കളുടെ തെറിവിളി പരസ്യമായതോടെ. സ്ഥാനാർത്ഥികളെ ഒരാഴ്ച മുൻപ് പ്രഖ്യാപിച്ച് പ്രചാരണം തുടങ്ങി LDF മേൽക്കൈ നേടിയപ്പോൾ തർക്കം തീരാതെ കോൺഗ്രസ് ഉഴലുകയാണ്. SSLC, +2 പരീക്ഷകൾ നടക്കവേ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ച് KSUവും രംഗത്തുണ്ട്. പരാജയം തുറച്ചു നോക്കുന്ന കോൺഗ്രസ് ഇത്തരം അക്രമ സമരങ്ങൾ തുടർന്നാൽ ജനമൊന്നടങ്കം പ്രതിരോധത്തിനായി രംഗത്തിറങ്ങിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്ദിരയുടെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയത് പോലീസാണെന്ന് ചിത്രീകരിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങളുടേത്. ചൊവ്വാഴ്ചത്തെ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ മൃതദേഹം വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷത്തെ വെള്ളപൂശി സർക്കാർ വിരുദ്ധ ഭാഷ്യം ചമയ്ക്കാനാണ് ശ്രമിച്ചത്. പ്രതിപക്ഷത്തിന്റെ എല്ലാ ആഭാസങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ് മാധ്യമങ്ങൾ. മൃഗ-മനുഷ്യ സംഘർഷം പല തലങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പ്രശ്നപരിഹാരത്തിന് 620 കോടിയുടെ പദ്ധതി കേരളം സമർപ്പിച്ചിട്ടുണ്ട്. തുകയുടെ 60% അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം അനങ്ങിയിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള UDF MPമാരാകട്ടെ സംസ്ഥാനത്തെ മലയോര ജനതയെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായിട്ടുമില്ല. കേരളത്തിൽ മാത്രമുള്ള പ്രതിഭാസമായി മൃഗ-മനുഷ്യ സംഘർഷത്തെ ചിത്രീകരിക്കാനും ശ്രമമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കർണാടകത്തിലെ മടിക്കേരിയിലെ ഗാലിബഡു ഗ്രാമത്തിൽ 60കാരനെ ആന ചവിട്ടിക്കൊന്നത്. ഇതേ ദിവസം ഹാസനിലെ കേസഗുലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് കർഷകൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇതേ ഗ്രാമത്തിൽ ജനുവരിയിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്നു. കർണാടക അതിർത്തിയോട് ചേർന്ന തമിഴ്നാട് ഗ്രാമമായ അന്നിയാലയിൽ ആശാവർക്കർമാരായ 2 യുവതികളെ കാട്ടാന കൊലപ്പെടുത്തിയത് കഴിഞ്ഞ മാസമാണ്. കർണാടകത്തിലെയോ തമിഴ്നാട്ടിലെയോ കോൺഗ്രസുകാർ കേരളത്തിലേതുപോലെ മൃതദേഹം കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്ന് അവർ ചിന്തിക്കണം.